അങ്ങനെ കിട്ടിയിട്ട് കഴിഞ്ഞു നമ്മൾ പോണു. പക്ഷെ അന്ന് പറഞ്ഞ സത്യാണ്, ഇന്ന് പറഞ്ഞ സത്യാണ്. നിറയെ ഞാനിടുന്നിട്ട് ഇതിയോടെ നോക്കിട്ട് ഇങ്ങനെ കണ്ട ഓഫീസിൽ ലഞ്ച് ബ്രേക്കില് നമ്മുടെ വീഡിയോ കാണണം, ഭക്ഷണം ഇങ്ങോട്ട് ഇറങ്ങണം. മഴയും കണ്ടുകൊണ്ട് ഈ വിറകടുപ്പിന്റെ ചൂട്ടത്ത് ഇരുന്ന് പാചകം ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഭയങ്കര ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റാ. ഏതൊക്കെ കഴിക്കണ്ടേ? അതെ, നമ്മൾ കാത്തു കെട്ടി നിൽക്കണില്ല, സമയമില്ല നമുക്ക്. മഴയല്ല കാരണം കേട്ടാ. നമ്മൾ ഇന്നലെ മഹത്തായ ഒരു ദൗത്യം നിർവഹിച്ചു. നമ്മുടെ ഗംഭീരമായ നേന്ത്രക്കൊല നമ്മൾ വെട്ടിയെടുത്തു. അപ്പോൾ ഈ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഴ സിനിമ കണ്ടു. അപ്പോൾ അതിൽ വാഴയുടെ സാധാരണ രണ്ട് വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ഒരു പ്രയോഗം അങ്ങനെ പറയും. പക്ഷേ നമ്മുടെ ഈ വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ നമ്മുടെ വാഴയിൽ എല്ലാ വാഴകൾക്കും ഗുണല്ലേ? വാഴ ചോറിട്ടുണ്ണാൻ, വാഴനാര് വരെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾക്കില്ലേ? അപ്പൊ നമ്മളെ വാഴക്കല്ല ലോകത്തിലെ ഏറ്റവും ശരീരത്തിന് ഏറ്റവും വയറിന് ആമാശയത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലേ? ഏറ്റവും നല്ല കൂട്ടാൻ ഫൈബർ അടങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഒരു സാധനമാണ് വാഴയിലത്തെ ഉണ്ണിപ്പിണ്ടി, വാഴക്കല്ല, അങ്ങനത്തെ ഇത്യാദി സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ദിവസം ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണിപ്പിണ്ടിയില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഉണ്ണിപ്പിണ്ടിയില്ലേ, ഉണ്ണിപ്പിണ്ടിയില്ലേ, അവൻ നാശവും കളർ മാറും. അതിന് മുമ്പ് ഇവനെ നമ്മൾ എടുക്കാൻ പോവാണ്. ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നാശമായില്ല. അപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഇത് ഇത്ര വലിയ മഴ പെയ്ത് നിറഞ്ഞു പോണില്ലല്ലോ. അത് നിറയും. ഓട്ട വീടുണ്ടാകും തോന്നുന്നു. അതിന് മാത്രമല്ല മഴയില്ലപ്പോ. ഓട്ട വീണാന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. ഇതേ ഉണ്ണിപ്പിണ്ടി ഏറ്റവും ടേസ്റ്റ് ഉള്ള ഉണ്ണിപ്പിണ്ടി മറ്റേ പാളങ്കോടന്റെ അല്ലേ എന്ന് പറയപ്പെടുന്നു. നമ്മൾ കഴിച്ചപ്പോ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യല്ലേ? അതാ ചെറിയൊരു സംശയം. അല്ല, ഞാര് കൂടുതൽ നേന്ത്രവാഴയും അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഞാരില്ല പറഞ്ഞ ഒക്കെ മൊത്തം ഏതാണ്ടൊരു പോലെ. ഞാര് വളരെ കുറവുള്ള തോന്നിയിട്ടുള്ളത് പൂവന്റെ അല്ലേ? പലതിനും പല വ്യത്യാസങ്ങളുണ്ട്. പൂവൻ, പിന്നെ മറ്റേ സാധനല്ലേ, അയ്യോ നമ്മുടെ മറ്റേ സാധനം, ഇതിന്റെ പേര് ഞാലിപ്പൂന അല്ല, മറ്റേ സാധനല്ലേ ചേട്ടാ, വെണ്ണൂറ് പൂവൻ, അമൃതപാനി. അയ്യോ അതൊരു രസമല്ലേ, അമൃതപാനി. അതിന് ഞാര് കുറവാ. അതായിരുന്നു ഇവിടെ നിറച്ച് ഈ പറമ്പിൽ നിറച്ച് ആവാടായിരുന്നു അല്ലേ? ഇത് തലവശം കേട്ടോ. ഇത് കായക്കൊല തലവശം. അപ്പൊ കായക്കോയി സമാധാനം ഇത്തിരി താത്തി അവിടുന്ന് എടുക്കാം നമുക്ക്. അപ്പൊ ഇന്ന് വാഴക്കല്ലി മുദ്രയും വെക്കാനാണ്. വാഴക്കല്ലല്ല ഉണ്ണിപ്പിണ്ടി. അല്ല ഉണ്ണിപ്പിണ്ടി. നീ വാഴക്കല്ലി എടുക്കണം കേട്ടാ. വാഴക്കല്ല വയറ് നന്നാക്കിയിട്ടുള്ള കാര്യമല്ലോ. ഇതെന്തെങ്ങനെ കഴിയണില്ലേ? അല്ല, ഈ വാഴ സിനിമയില് ഇങ്ങനെയാക്കാൻ ഇവരെന്ത് കാരണമാണ്? അല്ല ഒന്ന് ഇത് പിടിച്ചേ. ഇതല്ല നല്ല ഉണ്ണിപ്പിണ്ടി ഇത് വെട്ടിയിരിക്കണം. അതിന് നല്ലത് കിട്ടുള്ളൂ. മഴ അതന്നെ അതിന് കിട്ടുള്ളൂ നല്ലത്. അത് അത്രയും ഇങ്ങോട്ട് പോരാ. അത് തലവശാകുമ്പോൾ ഒരു പച്ചപ്പുണ്ട് ഇതിന്. വേണ്ടേ? പക്ഷെ അത് നോക്കാം നമുക്ക്. ഒന്നും കളയണ്ട കേട്ടോ. ഇതിൻ്റെയാണ് നല്ലത്. പണ്ട് നമ്മൾ കൊല വെട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇതാണ് കൊണ്ടുവരാൻ പറയും. അപ്പോൾ നമ്മൾ ഇത് പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവസാനത്തെ ട്യൂബ് ലൈറ്റ് പോലെ ഒടിക്കാണ്ട് നമ്മൾ കൊണ്ടുവരും പിടിച്ചിട്ട്. എന്നിട്ട് അമ്മ അതിനായിട്ട് വെട്ടി നുറുക്കണ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ കേട്ടാ അതൊരു ഇഷ്ടമായിരുന്നത്. അമ്മ അതിനെ വെട്ടി നുറുക്കും. നല്ല കന്നുണ്ട് ഇത്. അതിന് നല്ല കന്നുണ്ട്. ഇത് പപ്പായകളൊക്കെ പഴുത്തു. കുയിലുകൾക്ക് ഇഷ്ടമാവും. ഇതാവട്ടെ, കുയിലുകൾക്ക് തിന്നാനാണോ? തിന്നട്ടെ. ഇപ്പോൾ ഒന്നാമത് പപ്പായ ഒരു ടേസ്റ്റിലിപ്പോൾ
പച്ച പപ്പായ നമുക്ക് ഉപ്പേരി വെച്ചൂടെ? എടുക്കാം, കഴിഞ്ഞു കേട്ടാ. ഇതിന് മീതെ ഒരു ഇതുണ്ടോ, അതൊക്കെ കണ്ട ഇങ്ങനെയാണ് കിട്ടുക. ഇതേ ചിലത് നല്ല കറക്റ്റായിട്ട് കിട്ടും, ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് അത് പോളൊക്കെ പൊളിഞ്ഞു. അത് ഈ പാളംകുടൻ്റെയാണ് അങ്ങനെ കിട്ടുക. ഇതിൻ്റെ കിട്ടില്ല, ഇതിൻ്റെ കണ്ട ഇത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ സമാധാനമായിട്ട് സമാധാനക്കേട് ഞാരുകളായി കളിയാനായിട്ടത് അങ്ങനെ കിട്ടിയിട്ട് കഴിഞ്ഞു. നമ്മൾ പോണു. പപ്പായ വേണമെങ്കിൽ പൊട്ടിക്കാം. ഇതൊന്നും വഴി അതൊക്കെ ഞാൻ എടുത്തരാം. നീ ഇത് അതവിടെ അത് അത്ര കായല്ലേന്നുകൊണ്ടത് വേണ്ട. അപ്പൊ അത് എനിക്ക് അത്ര തൃപ്തിയില്ല. പച്ചപ്പുള്ളതാ, കായക്കൊലര തണ്ടത് ശരിക്കും. അത് കളഞ്ഞോ, അത് വേണ്ട, ഇത് മതി. ഇതിന് ഇഷ്ടം പോലെയാ. അത് കായക്കൊലയെ മുകളിലേക്ക് വന്നിട്ടുള്ള തണ്ടില് പച്ചപ്പ് കലർന്ന തണ്ട്, അത് അതിൽ നല്ലത് കായക്കൊലര തണ്ട്. ഇത് പിടിച്ചോ, ഒരു മിനിറ്റ്. ഒരു പപ്പായ പൊട്ടിക്കാം, കുയിലുകൾക്ക് പിന്നെ കൊടുക്കാം. കേട്ടോ, അത് നല്ല പപ്പായ. പിന്നീട് കുയിലുകൾക്ക് തിന്നാനായിട്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ നമുക്കും തിന്നാൻ വേണ്ടേ. ഈ വാഴയില്ലേ, ഇതിൽ നിന്ന് നല്ല കൊല കിട്ടും. ഈ രണ്ടിൽ നിന്ന് കൊല കിട്ടും. ഇതിൻ്റെ ചില കന്നുകൾ നമുക്ക് മറ്റേ കല്ല് പറിച്ചിട്ട് കല്ലിയും വാഴക്കല്ലിയും പയറും വയ്ക്കാം. അടിപൊളി സാധനം പരിപാടി. പോവാ ചലോ കുടിൽ. പിന്നെ കമ്പോസ്റ്റ് കുഴിയിൽ പോകണം. അതൊക്കെ വാഴക്കൊപ്പറിൻ്റെ അടുത്ത് അത് മറ്റേത് അത് കണ്ട ഈ ഞാലിപ്പൂവിൻ്റെ കൊലര, അത് നമുക്ക് കൂട്ടാൻ വയ്ക്കാം. എന്തിട്ടാ പറഞ്ഞത്, ഒക്കെ ഫൈബർ എന്താ പറയുക, സംബന്ധം നിറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, ഫുള്ള് ഫൈബർ മയാന്ന്. എന്തായാലും ആവട്ടെ, കുടിയിലേക്ക് പോവുക. മുന്നിൽ കിടക്കണം എനിക്ക്. ഈ ബാക്കി വന്ന ഇത് ചേട്ടൻ നട്ടില്ല ഇതുവരെ. ഈ മിളക് എന്താ ഈ നടാണ്ട് നോക്കി നേരം കിട്ടിയില്ല. നമ്മൾ കുടിലിൽ വന്നു. സരിത പതിവ് പോലെ ഇത് അരിയാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിപ്പിണ്ടി അരിയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിലൊക്കെ അയ്യോ ഇതേ ഒരു പുതിയ പലക വാങ്ങിച്ചിട്ടുണ്ട്. പുത്തൻ പലകയാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല, പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഇത് പെട്ടെന്നേ കറകൾ വീഴും. അതുകൊണ്ട് ഇത് വൃത്തികേടുന്നല്ല അർത്ഥം. നല്ല നമ്മുടെ മുന്നത്തെ പലക ഇതേപോലെ തന്നെയാണ്. പെട്ടെന്ന് ഓരോ കറകൾ വീഴും. ആ കറകൾ പോവില്ലേ, മരത്തമ്മ പിടിക്കുന്ന കറകളില്ലേ ചിലത്. കഴിയുക ഉണ്ണിപ്പിണ്ടി കഴുകണം. ഈ അപ്പുറം കഴിക്കുക, അപ്പുറം കണ്ടപ്പോൾ നല്ല ഡിസൈൻ. രണ്ട് സൈഡുണ്ട് ഇതിന്, അല്ല ഇതിന് രണ്ട് സൈഡിന്. ഞാൻ പറയാം, ഞാൻ എന്താ യൂട്യൂബ് ചാനല് അല്ല യൂട്യൂബൊക്കെ വീഡിയോകൾ തുടങ്ങിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണിപ്പിണ്ടിയുടെ പാചകങ്ങളൊക്കെ ആളുകൾ ഇട്ട് തുടങ്ങി. ഈ പിണ്ടിയിലെ പാചകങ്ങൾ. അപ്പോൾ ഒരു പാചകം കണ്ടതെന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പിണ്ടിയിൽ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ പോലെ നോക്കിയിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ വളരെ സരിത ഭയങ്കര കനം കുറിച്ച് അല്ല കുഞ്ഞു നുറുക്കട്ടാ. പപ്പായൻ്റെ പഠിച്ചതാ അങ്ങനെ നുറുക്കാൻ ചെറുതായിട്ടാ. അമ്മ നല്ല വലിപ്പത്തിൽ ചേച്ചി നോർമൽ സാധാരണ പോലെ ഇത്തിരി വലിപ്പത്തിലാണ് നുറുക്കാറ്. അപ്പൊ ഒരു ദിവസം സജീവന വന്നിട്ട് പറഞ്ഞു, സജീവൻ ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ സജീവൻ എല്ലാ വീട്ടിൽ നിന്നും ഉച്ചയാകുമ്പോ കിണ്ണെടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങും. എല്ലാ വീട്ടിലത്തെയും കൂട്ടാൻ ആകുമ്പോ 5-6 തരം കൂട്ടാൻ കൂട്ടി ചോറിനാലോ അങ്ങനെ. അപ്പൊ അങ്ങനെ അല്ല ചേട്ടൻ അവിടെ നിന്ന് കഴിക്കുമ്പോ അവനൊരു ദിവസം പറഞ്ഞതാ, ഇത് ചേച്ചി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇത്തിരി കൂടി ചെറുതാക്കി നോക്കിയാൽ പിന്നെ ടേസ്റ്റ് കൂടും. അതിനുശേഷം ചേച്ചി പൊടിയോട്ടരിയ. ചേച്ചി ആണെങ്കിൽ പണിയെടുക്കണത് ഭയങ്കര സ്ലോവാ. അപ്പോൾ അച്ഛനെ അതിൻ്റെ രൂപം പറയുമല്ലോ ചേച്ചിയുടെ പണിയെടുക്കണേന്, അല്ല ചേട്ടൻ്റെ സീമ ചേച്ചിയുടെ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇരുന്ന് അരിയത്. പക്ഷെ നല്ല ടേസ്റ്റ് അപ്പോൾ കൂട്ടാൻ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ആദ്യം തലയ്ക്കുന്നത് മുറിച്ച് ഇത്രയ്ക്ക് കഷ്ണം എടുക്ക്. ഇത് ആ തലയിലോട് നമുക്ക് അനുഭവിക്കേ. ഞാൻ ഇത് ഇങ്ങനെ ചെറുതാക്കി നുറുക്കി തരണം നിനക്ക്. വേണ്ട, കത്തിക്ക് മുറിച്ചില്ലാണ്ടാണോ? നമ്മളേ ഈ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നമ്മൾ സാധാരണ യൂട്യൂബേഴ്സ് പാചകത്തിനും അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രങ്ങളൊക്കെ വേറെ ആയിരിക്കും. അടുക്കളയിൽ ഉപയോഗിക്കുന്നത് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ സാധനങ്ങൾ വേറെ വയ്ക്കും. അപ്പോൾ അതൊക്കെ നല്ല ഷോയുള്ള നല്ല പാത്രങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു, നിങ്ങൾ 2020 മെയ് ഏതൊരു മാസം ഇത്രാം തീയതി ഇട്ട വീഡിയോയിൽ ഇത്രാമത്തെ മിനിറ്റ് തൊട്ട് ഇത്രാമത്തെ മിനിറ്റ് വരെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പം ഞാൻ ശരി കണ്ടു നോക്കാം എന്ന് റിപ്ലൈ കൊടുത്തു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി 2020-ലത്തെയാണ്, 6 കൊല്ലം മുന്നത്തെ മെയ്യോ ജൂൺ ഏതൊരു മാസത്തിലത്തെ കറക്റ്റ് ഡേറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ്.
നമ്മുടെ റിനോവേഷൻ ചെയ്യണതിൽ മുന്നത്തെ വീടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഈ പറഞ്ഞ ഇത്രാമത്തെ മിനിറ്റിൽ എന്തിട്ടാ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ ഒരു ചുമരും ഒരു ഇതുണ്ട്, അളമാരിയുണ്ട്, ഒരു ഷോക്കേസ്, അതിൻ്റെ ഗ്ലാസിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല ഞങ്ങൾ പാചകം വീഡിയോ എടുക്കുമ്പോൾ ഉപയോഗിക്കുക, അതിനുള്ള പാത്രങ്ങൾ വേറെയാണ്, അത് കാണാനൊക്കെ ഇതിൽ ഭംഗിയുള്ള പാത്രങ്ങളാണ്, ആ പാത്രങ്ങൾ വെക്കാനുള്ള അളമാരിയാണ് ഇത് എന്നാണ് ഇതിൽ പറയണേ. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എന്തിട്ട് പറയണേ, ഞങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ഇതിവിടെ ഉപയോഗിക്കുള്ളൂ, അല്ലാണ്ട് വേറെ സാധാരണ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യാറില്ല ഇതിൽ പറയണു. അപ്പം ആ കമന്റ് ഇട്ട ആളുടെ ഒരു ഓർമ്മശക്തിയാണോ എന്തിട്ടാ അല്ലേ, അതറിയില്ല ആള്. പക്ഷെ അന്ന് പറഞ്ഞത് സത്യമാണ്, ഇന്ന് പറഞ്ഞത് സത്യമാണ്. അന്ന് നമ്മള് അടുക്കളയിൽ ഉപയോഗിച്ചോടുന്ന സാധാ പാത്രങ്ങളല്ല പാചകത്തിന് ഉപയോഗിച്ചോടുന്നേ, അതിനൊക്കെ നല്ല ഗ്ലാസ് പാത്രങ്ങളും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ സെർവിങ് ബൗളിലേക്കൊക്കെ മാറ്റി ഭംഗിയാക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം ആ വക പരിപാടികളൊന്നുമില്ല. ഇപ്പം നമ്മൾ നമ്മുടെ അന്ന് പിന്നെ നമ്മളെല്ലാ ദിവസവും വീഡിയോയും ഇട്ടോടുന്നില്ല, നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുക്കും, കൃത്യനിഷ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എല്ലാം മാറ്റി മാറ്റി കാണിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കാണുന്നത്. അപ്പൊ അടുക്കളയിൽ ഞാൻ സാധാരണ അടുക്കളയിൽ പാചകം ചെയ്യാത്തപ്പോൾ ഉപയോഗിക്കണ കത്തി പലകയും അതൊക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കണേ. അപ്പൊ പലകയെങ്കിലും ഒന്ന് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നപ്പോഴാണ് നമ്മൾ പലകയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് വൃത്തികേടായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിപ്പോ പാക്കറ്റ് പൊട്ടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, ഇതുമ്പിലും ഉണ്ട് കണ്ട് ഈ പാടൊക്കെ ഈ മരത്തുമഞ്ഞുള്ളതാട്ടാ. ഇനിയിപ്പൊ ഈ വെള്ള കളറൊക്കെ ഇനി കളർ മാറും. കായ നമ്മൾ നേന്ത്രക്കായൊക്കെ നുറുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കായയുടെ കറയൊക്കെ ഇതുമ്പോ പിടിക്കും, നമ്മൾ തേച്ചപ്പ തന്നെ കഴുകിയാലും. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ വരും, പക്ഷെ അടുക്കളയില് നമ്മൾ സ്ഥിരം ഉപയോഗിക്കണ പോലത്തെ മാറ്റം വരില്ല എന്ന് മാത്രം. അപ്പൊ ഞാൻ ആ കമന്റ് ഇട്ട ആളെ അഭിനന്ദിക്കുന്നു, അയാളുടെ ഓർമ്മശക്തിയെ ഞാൻ പുകഴ്ത്തുന്നു. പിന്നെ എന്നിട്ട് പറയാ, ആ കമന്റ് ഇട്ട ആളെ ആരാ പേര് ഞാൻ മറന്നുപോയി, എപ്പോഴും ഇടുന്ന ആളല്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആള് പറഞ്ഞോളൂട്ടാ. പിന്നെ വീടിന്റെ റിനോവേഷനും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെയാ നമ്മളങ്ങനെ മാറ്റൊന്നും വെക്കാറില്ല. നമ്മൾ നല്ല പാത്രങ്ങളും നമ്മളെന്തുട്ടിനാ നല്ല പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പൊട്ടിപ്പൊളിഞ്ഞതും വക്ക് പൊട്ടിയതും ഞളങ്ങിയതും പിളിങ്ങിയതൊക്കെ എന്തിനാ നമ്മൾ ഉപയോഗിക്കണ വെച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി. എന്നിട്ട് നല്ലത് തന്നെയാക്കി, നമ്മൾ ഉപയോഗിക്കണതും നല്ലത് തന്നെയാക്കി. പിന്നെ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുമ്പോൾ കളറൊക്കെ ഒന്ന് മങ്ങും മാത്രം, വൃത്തിക്ക് കുറവൊന്നുമില്ല. സരിതരി ഞാനേ മറ്റേ മാവുകളില്ലേ നമ്മുടെ മിഥുൻ ഐശ എന്നുള്ള മാവുകൾ അവറ്റകൾക്ക് AC ബ്ലോക്ക് വെക്കിട്ടെ, അതെ ആ ബ്ലോക്കല്ല, അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല, ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം, വിളിച്ചു വെച്ച തലൂരാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചിലർക്ക് എടുക്കാറില്ല. നമ്പർ പ്രൊമോഷൻ ഒന്നല്ല കേട്ടാ, വിളിച്ചു പറഞ്ഞവര് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത അവര് വീട്ടിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചത് 9557 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചേട്ടാ. 144 700 രൂപ 720 രൂപ യൂണിയൻകാർക്ക് അത് ഇറക്കി വെക്കാനുള്ള കാശും കൊടുത്തു, 600 രൂപ വണ്ടി വാടകയും കൊടുത്തു. അങ്ങനെ മൊത്തം എത്ര 10,000 ചില്ലറ എത്രണ്ട് വന്നു. അപ്പം നമുക്ക് ഇതിനുണ്ടല്ലോ ഞാര് കുറവായിന്. പാളയംകോടനാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോന്നുമിലും ഇങ്ങനെ നല്ല രസം, അത് ഇങ്ങനെ അത് ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ വിരലോണ്ട് നമ്മള് ചെറുപ്പത്തില് ഈ സാധനം ഇങ്ങനെയാണ് ആക്കിയിട്ട് ഇത് ഇങ്ങനെയുണ്ട് നോക്കിയാൽ അകത്ത് ഇങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് നിറയെ ഞാറിടുന്നിട്ട് ഇതിയോടെ നോക്കിയിട്ട് ഇങ്ങനെയായിട്ട് പതുക്കെ അടുപ്പിക്കും. എന്നിട്ട് പിന്നെ പതുക്കെ അപ്പൊ പിന്നെ രണ്ടാമതാക്കുമ്പോൾ അതിന്റെ ഭംഗി പോയിട്ടുണ്ടാവും. ആദ്യത്തെ തവണ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോ മറ്റേ ജഗതി ആ സിനിമയില് മുഖം വലിഞ്ഞ് മുറുകുമ്പോ ഇങ്ങനെ എന്ന് പറയില്ലേ സിനിമയില്. അതേ ഞാൻ പറയാൻ വന്നത് അതല്ല. അപ്പൊ അമ്മയൊക്കെ നുറുക്കാനിരിക്കുമ്പോ എന്റെ വീട്ടില് ഞങ്ങളുടെ പണിയായിരുന്നു അത്. ഇത് ഇങ്ങനെ കൈകൊണ്ട് പരമാവധി എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കി വെക്കും നുറുക്കെളുപ്പത്തിന്. അതൊക്കെ ഒരു അന്ധകാലം. ഭാഗ്യരാജ് മരിച്ചുല്ലേ, ഭയങ്കര അത്ഭുതമായി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭാഗ്യരാജിന്റെ സിനിമ കാണാൻ എന്തൊരു ഇഷ്ടമായിരുന്നു. ചേട്ടൻ കാണാറുണ്ട്, മറ്റേ പടമൊക്കെ കാണാറുണ്ടല്ലോ. ആ ഉർവശിയുടെ ഫസ്റ്റ് പടം ഏതാണ്? മുന്താനം പിടിച്ച്. അതിരുന്ന് കാണാറുണ്ടല്ലോ യൂട്യൂബിൽ. കുറേ സിനിമകൾ നമ്മള് ഭാഗ്യരാജ് മലയാളത്തിലത്തെ ബാലചന്ദ്ര മേനോനെ അല്ല, തമിഴിലത്തെ ബാലചന്ദ്ര മേനോൻ. ബാലചന്ദ്ര മേനോൻ
ഈ ഭാഗ്യരാജിൻ്റെ പടം രണ്ടുപേരും ഒരേ കാലയളവിലുള്ള ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുത്തിട്ടുള്ള ആളുകളല്ലേ. ഗംഭീരമായി ബാലേന്ദ്ര മേനോന്റെ പോലെ തന്നെ രചന, എല്ലാം സംവിധാനം ഒക്കെ ചെയ്യൂലേ, അഭിനയൊക്കെ. അങ്ങനെ എന്തെല്ലാം പ്രതിഭകളാണ് മരിക്കുന്നതേ. അങ്ങനെ നമുക്ക് മറ്റേ ഇതെടുക്കാൻ പോവാ, ഇഷ്ടിയെടുക്കാൻ പോവാ. ഈ മാവിന് ഊറ്റാറായിട്ടില്ലേ, കുറച്ച് കഴിഞ്ഞ് ഊറ്റാം. ഇവന് വെക്കണം, ഇതിന് വെക്കണം, കണ്ടാ ഇതിന്. പിന്നെ അവിടെ ഒരു മാവ്, ഈ മാവ് വലിയ വളർച്ചയില്ല. അപ്പം ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയുടെ ഈ മാവിൻ്റെ പടം ഒന്ന് എടുത്തിട്ട് അയച്ചു തന്നുള്ള. ഇത് നമുക്ക് അയച്ചു തന്നവർക്ക് ചേർത്തകളെന്തോ ഇത് അയച്ചു തന്നവർക്ക് അയച്ചു കൊടുക്കാനാണ്. ഇത് വളർച്ച വന്നില്ലേ, മുരടിച്ചു. ഇനി ഇത് വളരുന്നു തോന്നില്ല, അങ്ങനെ വളരുന്നില്ല. നോക്കി നോക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വേറെ മാവും തൈ വാങ്ങിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞു. മാവ് തൈ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ AAC ബ്ലോക്ക് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞുതരാം. അത് നോക്കിയേ, ഈ രണ്ട് സൈഡ് വെച്ചത് കണ്ട, നമ്മുടെ ഈ രണ്ട് സൈഡ് വെച്ചോണത് അതാണ് കണ്ട. ഈ വഴിയുടെ രണ്ട് സൈഡ് വെച്ചോണത് അവിടെ വരെ വെച്ചോണത് ഈ AAC ബ്ലോക്കാണ്. പൂന്തോട്ടങ്ങൾ ഇതൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വാങ്ങിക്കാവുന്ന ഉപയോഗിക്കാവുന്ന സാധനമാണ് ഇത് കേട്ടോ. കണ്ടമാനം പേര് ഇപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉന്തുവണ്ടി എടുത്തിട്ട് ഒരു 12 എടുക്കാം. 12. ഇതാണ് നമ്മുടെ ഈ കട്ടാട്ട. നല്ല ഭംഗിയുള്ള നല്ല ഇത് എന്തൊട്ട് ആഷ് എന്നാണ് പറഞ്ഞു, എനിക്ക് പേര് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഡ്രൈ ആഷ അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. ഇതിപ്പോൾ 2 അടിയാണ് ഓരോരുത്തർ നീളം കേട്ടോ. 2 അടി നീളം, എത്രയ്ക്ക് വീതി, 4 ഇഞ്ച് കനം. ഞാനിത് ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആളുകൾ ചോദിച്ചപ്പോഴാണ് കണ്ടമാനം പേര് ഫോൺ വിളിച്ചേ ഇത്രയ്ക്ക് ആവശ്യകാര്യത്തിന് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായത്. കുറേ പേർക്ക് പൂന്തോട്ടമൊക്കെ ഭംഗിയാക്കാനായിട്ടുള്ള ആളുകളുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് 8, 9, 12 കൊണ്ടുപോകാം നമുക്ക്. 10 ആവശ്യക്കാർ ഇത്രയ്ക്ക് ചെയ്യേണ്ടത് മനസ്സിലായത്. അപ്പോൾ അവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എൻ്റെ ഉയരം കൂടി 2 പേര് ഇവിടെ വയ്ക്കുക. ഫുള്ള് വഴുക്കല വീടിൻ്റെ അവിടെ. നമ്മൾ ഓടാനൊന്നും പറ്റില്ല. മഴ പെയ്യുമ്പോൾ ചാർലിനെയും മറാനെ അഴിച്ചിടുന്നില്ല. അഴിച്ചിട്ട് എന്താ വെച്ചിട്ടില്ലേ, അവർ ഇറയത്ത് വന്നിട്ട് ആകതാകും. സരിതയാണെങ്കിൽ ഇറയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുക. അപ്പോൾ പൂട്ടില്ല, പകൽ മുഴുവൻ പൂട്ടില്ല. വൈകുന്നേരം കുറച്ച് നേരം അഴിച്ചിടും. അഴിച്ചിടുന്ന ടൈമിൽ ഇറയത്ത് ചൂടായിട്ട് സരിത ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവർ ഇറയത്ത് കയറും മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട്. മൂത്രമൊഴിക്കാനായിട്ട് അഴിച്ചിടുന്നതാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂട്ടിയിടും. പിന്നെ വൈകുന്നേരം 8 മണി ഇപ്പോൾ കിടക്കാറാകുമ്പോൾ അഴിച്ചിടും. അങ്ങനെ കയറില്ലേ, ഇവിടെ വയ്ക്കാം. ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. വണ്ടി അങ്ങനെ കയറില്ലേ. മഴ ചെറുതായിട്ട് തുള്ളി തുടങ്ങിയിട്ട് സരിത നീ പറഞ്ഞ പോലെ ഇതെടുത്തിട്ട് ഞാൻ നോക്കിയാൽ മണ്ണിടാനായിട്ട് ഷീറ്റുണ്ട്. പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എടുക്കും. അത് പൊട്ട കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിത് തടാക്കട്ടെ കേട്ടാ. എല്ലായിടത്തും പനിയാട്ടാ. എല്ലായിടത്തും പനിയാ, ഡെങ്കിപ്പനിയാ, എന്താ പലതരം പനികളാ. ഈ മഴ ഞാൻ കൊണ്ടുപോണ്ട് ഡെങ്കിപ്പനി വരുന്നില്ലല്ലോ. മഴ കൊണ്ടുകൊണ്ട് വരില്ല. നീ പറഞ്ഞു ശരിയേട്ടാ. എന്ത് ഇങ്ങനെ നീ മറ്റേ ഒരു ഷീറ്റ് വെച്ചിട്ടായിരിക്കും മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വൃത്തികേടെന്ന് പറഞ്ഞ സാധനം വരില്ലേ. അല്ലെങ്കിൽ അവിടെ ഭയങ്കര വൃത്തികേടായിരുന്നു. ഇതെന്താ മുന്നേ എനിക്ക് തോന്നാൻ ഞാൻ ഈ ബുദ്ധി എന്താ ദാസ നമുക്ക് മുൻപ് തോന്നാൻ ഞാൻ. അങ്ങനെ നമ്മുടെ ഇത് ലാസ്റ്റ് വയ്ക്കാൻ പോണു. വൃത്തിയായി സരിതാ, അടിപൊളി കണ്ട. ഇനിയിപ്പോൾ ഈ ഷീറ്റിലത്തെ മണ്ണങ്ങോട്ട് അരിക്കാൻ എടുത്തിട്ടാൽ മതി കേട്ടോ. അവിടുത്തെ പുല്ലിന് ഒരു കുഴപ്പമില്ല. ഇതിങ്ങോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് പറയുക പാട്ടി സ്വല്ലാതെ തട്ടാതെ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, വയസ്സായവരേ പറയണത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ലെന്ന് പറയില്ലേ. അതുപോലെ ഒരു ചൊല്ലുണ്ടാക്കാം. സരിത പറയണത് തള്ളിക്കളയാൻ പാടില്ലെന്നൊരു ചൊല്ലുണ്ടാക്കാം നമുക്ക്. പാട്ടിയില്ല, നിന്നെ പാട്ടിന്നല്ല പറഞ്ഞത്. നീ പറയണത് തള്ളിക്കളയണ്ടാന്ന്. ഇത്രയ്ക്ക് മണ്ണ് കൂടുതലാ, അവിടേക്ക് ആവശ്യമില്ല. ഇഷ്ടിയെ വെച്ചില്ല, അപ്പോൾ അത് അവിടെ വന്നതാ വെച്ചിട്ടാ. ഇന്ന് തോറാന മഴ നിൽക്കാൻ പാടില്ല. പണ്ട് സ്കൂൾ മുടക്കായിരിക്കും.
ഇന്ന് മുടക്കല്ലേ? തോമസ് ഡേ. അയ്യോ മഴ കൂടി മഴ കൂടി മഴ കൂടി. അയ്യോ എൻ്റെ പണി ചിറ്റി. അങ്ങനെ ഫസ്റ്റത്തെ കഴിഞ്ഞു കേട്ടാ. കയ്യിന്ന് കേട്ടെ മഴ കൂടിയതീ കാലും നിറയെ മണ്ണായി. എന്തായി അരിഞ്ഞ് കഴിയാറായാ? ആ ഒരു പീസ് പോരെ? എത്ര പോരെ? മതി മതി, ബാക്കിയുള്ള ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. 2 വട്ടം കൂടി ആയിട്ട് വെക്കാം. അടുത്ത ചെമ്പകണ്ട അതിൻ്റെ ചെമ്പകപ്പൂ ഇത് മുട്ട് വിരിഞ്ഞ്. വിരിഞ്ഞ അത് വിരിഞ്ഞ വിരിഞ്ഞിട്ടില്ല. ഞാൻ ചോറ് ഊറ്റാട്ടാ. ആ മഴ പഠിപ്പിച്ചു നമ്മളെ എൻ്റെ പണി ചിറ്റിച്ചു. കുക്കറിലേ മുതിര വേവിച്ചതാ. അപ്പോൾ അത് എടുത്തു കൊണ്ടതാ. അവിടെ വേവിച്ചേ. ഇന്ന് വേവില്ലേ? വേവില്ലേ? ആ എന്തുണ്ടാവും. 15 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കണ കേസാ. ഞാൻ മറന്നു പെട്ടെന്നത്. തുറന്നു നോക്കണാ? തുറക്കണേ? അടയ്ക്കണേ? തുറന്നിട്ട് അടയ്ക്കണേ? അടച്ചിട്ട് തുറക്കണം. കൂതരാട്ടം ഇപ്പോൾ പറഞ്ഞു. കൂതരാട്ടം പപ്പുവിനെ പോലുള്ളൊരു ഈ ഭൂമിയിൽ ജനിക്കില്ലല്ലേ? കുറേ പേരുണ്ട് അങ്ങനെ. അല്ല പപ്പു ഒരു സ്പെഷ്യലാ. പപ്പായ മുറിക്കുന്നത് തരുതേ. മുറിച്ചോ? പപ്പായ ഞാൻ കഴുകിയിട്ടാ ഇവിടെ നിന്ന് മുറിക്കുക. അത് ഒന്ന് കഴുകണം. മറ്റേ ഉണ്ണിപ്പിണ്ടീരെ അതിനൊന്നും ആവില്ല. ഈ സമയത്ത് മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പപ്പായക്ക് ടേസ്റ്റ് കുറയും. നമ്മളെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ടൈപ്പ് പപ്പായ ചെയ്തിട്ടാ. പപ്പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സരിതാ ഫുള്ളായിട്ട് അധികം പഴുക്കണത് അമ്മയ്ക്ക് ഇഷ്ടമില്ല. ആയി കണ്ട കടിച്ച് തിന്നണം അമ്മയ്ക്ക്. കടിച്ച് നോക്കിയ ടോമൻ ചെറിയുടെ ഇതിൽ മാംസ കഷ്ണം ഇതിൻ്റെ ഇതുപോലെ ഇല്ലേ ഈ സൈഡ് കണ്ട? ഈ സൈഡ് ഗുപ്തൻ്റെ പോലെ അമ്മയ്ക്ക് കടിച്ച് കടിച്ച് തിന്നണം. ഊതി ഊതി ചായ കുടിക്കണമെന്ന് പറയില്ലേ? അച്ഛൻ നേരെ തിരിച്ചു. അച്ഛനല്ലാതെ നന്നായി വേവണം. അമ്മയ്ക്ക് ചോറായാലും വേവരുത്. അമ്മയ്ക്ക് കല്ല് പോലെ എടുക്കണം. അച്ഛനാണെങ്കിൽ നന്നായി വേവണം ചോറ്. പല ആളുകളും പലതരത്തിലാ രുചിയുടെ കാര്യത്തിലേ. നമ്മൾ പറയുന്ന രുചിയല്ല വേറെ ആളുകൾക്ക് തോന്നാ. സാധാരണ നമ്മൾ കുക്കറിൽ വേവിക്കണ സമയമാണെങ്കിൽ അല്ല നമ്മൾ അടുക്കളയിൽ ചെയ്യുകയാണെങ്കിലേ ഞാനിങ്ങനെ ചെയ്യാറ്. ഇതൊക്കെ ഒരുമിച്ച് കുക്കറിലിടും. ഇതും ഒരു ഞാര് പോലും ഇല്ല കേട്ടാ. നല്ല രസമുള്ള പപ്പായ. എന്തൊരു മധുര. ഇത് മധുരമില്ല. കുയിലുകൾ തിന്നോട്ടെ എന്ന് പറഞ്ഞ സാധനമല്ല ചേട്ടൻ. നല്ല രസം. മുതിര വേവിച്ചത് ഇതിലിടാൻ പോവാട്ടാ. മുഴുവടണ ഇട്ടോ? അതുകൊണ്ട് എന്തിനാ? അല്ല മുതിര കൂടിയ പോലെ. അതിലേക്ക് ഇറങ്ങി പോകുന്നോണ്ട് തരുതാ ചട്ടി. അപ്പൊ ഇപ്പുറത്തേക്ക് നോക്കി വെച്ചേക്ക്. ഇല്ലല്ലേ? കുഴപ്പമില്ല. അടി നോക്കില്ല കേട്ടാ. ഇതാണ് നന്നായിട്ട് ചൂടുള്ള. ഇല്ലേ കുഴപ്പമില്ല. ഇത് പാക ഈ കത്തിച്ചേരട്ടെ. ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. മുതിര വെന്തതാണ്. ഉണ്ണിപ്പിണ്ടിയിൽ നല്ലോണം വെള്ളമുണ്ട്. ഒരാവി മതിയാവും വേവാൻ. രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് സെറ്റ് ആവട്ടെ കിടന്നു. ഈ നന്നായി കത്തിച്ചു കൊടുക്കാം. രാജലക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞേ, നിങ്ങൾ എന്തായാലും ഇത്ര കാശ് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ മരങ്ങളുടെ ചുറ്റും ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ട് എന്നിട്ട് ആള് പറഞ്ഞ വേറെ ഏതോ കട്ടയാ അത് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടേ അങ്ങനെ ചെയ്തുകൂടെന്ന്. വളക്കപ്പ അതിലിങ്ങനെ ഇടാലോ. അന്ന് കൂടാരത്തിന്റെ വീഡിയോ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാ. അല്ല ഇതിപ്പോ നല്ല രീതിയാണ് നമ്മുടെ മെത്തേഡ്. വൃത്തിയായിട്ട് കിടക്കും. കാണാൻ ഒരു ഭംഗിയില്ല. പപ്പായ എന്തായി നല്ല പപ്പായ. നല്ല രസാ. എന്ത് രസാ പപ്പായ ഇതിനെ. ഞാൻ മറ്റേ കൂടി മുറിച്ച് വെക്കാം. അത് നാശവേ എന്താ കുരുവ. ഇന്നാളെ മറ്റേ പരിധിക്ക് മിന്നാ ഒരു എറണാകുളത്തുനിന്ന് ഒരു ചേച്ചി വിളിച്ച് ഈ ഫോർട്ട് കൊച്ചിന്നല്ലേ ഇവിടുത്തെ എന്തിനാ പറഞ്ഞു കൊടുക്ക് ആളുകൾക്ക്. ചേച്ചിക്ക് 25-ാം തീയതി ഓർഡർ വന്നിട്ടുള്ളതാ ഉള്ളിലേഹ്യത്തിന്.
പൈസ ഒക്കെ അന്ന് അയച്ചിട്ടുള്ളതാണ്, ഇതുവരെ സാധനം എത്തിയിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ചീത്ത പറയാൻ വിളിച്ചതാ. ഞാനിവിടെ ആയിരുന്നു, ശരണ്യ എന്നെ വിളിച്ചു, ചേച്ചി നമുക്ക് ഒരു മിസ്സിങ് പറ്റിയിട്ടുണ്ട് 25-ാം തീയതി, നമ്മളെന്തോ കാണാണ്ട് അത് വിട്ടുപോയതാ, ഇതുവരെ അയച്ചിട്ടില്ല. എനിക്ക് പേടിയാണ്, എന്തുട്ടാ പറയാ, സരിതേച്ചൊരു വോയിസ് ഇട്ടില്ല, ഞാനത് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. മറ്റേ അവിടെ കടയിലിരിക്കുന്ന ഫോണിലേക്കാണേ അതിന്റെ മെസ്സേജ് ഒക്കെ വരണേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ആ നമ്പർ കൂടെ അയച്ചതായി, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ വിളിച്ചു. അപ്പൊ ആ ചേച്ചിക്ക് സന്തോഷം കൊണ്ടേ ഞാൻ വിളിച്ചപ്പോ ആൾക്ക് ഉള്ളിലേക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വിളിച്ചല്ലോ അത് മതി. അങ്ങനെ ഓഫീസിൽ ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ വീഡിയോ കാണണം, ഭക്ഷണം ഇങ്ങോട്ട് ഇറങ്ങണം. ഇങ്ങനെ ആളുകൾ പറയും എന്തെങ്കിലും വീഡിയോ കണ്ടോണ്ടോ അല്ലെങ്കിൽ TV കണ്ടോണ്ടോ ഒന്നും ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാ പറയാ. പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ടില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അയ്യോ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ, പ്രത്യേകിച്ച് കൂടില് നിങ്ങൾ അകത്ത് വീഡിയോ അകത്തൊന്നും പാചകം ചെയ്യണത് ഇഷ്ടേ അല്ല, പുറത്ത് നിന്നിട്ട് ചെയ്യണതാണ് കാണാൻ ഇഷ്ടം. ആ പച്ചപ്പും ഭംഗിയും നമ്മുടെ കുടിലിൻ്റെ അവിടുത്തെ വൈബ് പ്രത്യേകിച്ച്. പിന്നെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ്റെ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറഞ്ഞിട്ടും മതിയാവില്ല ആള്. ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞില്ലേ, ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞു. അവിടേക്ക് വരുമ്പോൾ ഡിസംബർ മാസം ആ സമയത്ത് ഡിസംബർ 31-നും പിന്നെ ഒരു ദിവസം കൂടി പറഞ്ഞല്ലോ. അതെ, ദിവസം വരണം ജനുവരി 1-ാം തീയതി. ഡിസംബർ 31 ജനുവരി 1-ാം തീയതി ഇടയിലാകുമ്പോൾ ഒരു ദിവസമാണ് അല്ല, അങ്ങനെ ആ ദിവസങ്ങളെ വരണ്ടേ, പക്ഷെ അവിടേക്ക് അടുക്കാൻ പറ്റില്ലാന്ന് തിരക്ക്. പിന്നെ അവിടെ ഹോം സ്റ്റേകള് നമ്മൾ ബുക്ക് ചെയ്ത് നമുക്ക് വീടുകളുണ്ട്, ഇഷ്ടം പോലെ വീടുകളുണ്ട്. അവര് മിഞ്ഞാന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ, എനിക്ക് സാജൻ പള്ളൊരു തീരൊരിതുണ്ട്, നീ ഇപ്പൊ പറഞ്ഞത് കേൾക്കുമ്പോ ഏതൊരു ആള് അറിയത്തിരുന്നിട്ട് ഭാര്യയിൽ വർത്താൻ പറഞ്ഞിട്ട് എന്തോടെ ആലോചിക്കുന്നേ. ആളെ സാജൻ പള്ളൊരുത്തീനെ അറിയാലോ, മറ്റേ ഈ കൈനോട്ടക്കാരനൊക്കെ ആയിട്ട് ഇതായിട്ട്. അപ്പൊ എന്തോ ഒരു ഭാര്യയായിട്ട് തർക്കിക്കാണ്. ഇവിടുന്ന് ഇത്ര ദൂരം പോകാനായിട്ട് എത്ര ദൂരമുണ്ട്, 2 കിലോമീറ്റർ ആണ്ടില്ലേ. എനിക്ക് ഞാൻ ഉദ്ദേശം പറയുന്നുണ്ടാ, ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര ഇതുണ്ട്. അപ്പോൾ ഭാര്യ പറയണ്ടേ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 2 കിലോമീറ്റർ അല്ലേ. അപ്പോൾ സാഹചര്യം പലർത്തി പറഞ്ഞു ജനുവരിയിൽ നിന്ന് ഡിസംബർ ആവാൻ എത്ര മാസമുണ്ട്, അതെല്ലാവർക്കും അറിഞ്ഞില്ല, 12 മാസം. അപ്പോൾ ഡിസംബറിൽ നിന്ന് ജനുവരി ആവാൻ എത്ര മാസമുണ്ട്, അതെങ്ങനെ ശരിയാവാ. അത് ഇങ്ങനെ തർക്കിച്ച് ശരിയല്ല. അതുപോലെ നീ പറഞ്ഞത് ഡിസംബർ മാസത്തിനും ജനുവരി മാസത്തിനും ഇടയിൽ വരണം. അങ്ങനെയല്ല പറഞ്ഞ, ഡിസംബർ 31-ാം തീയതി വരണം. ആ ദിവസങ്ങളിലാണ് അവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ ദിവസം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതന്നെയല്ല ഞാനും പറഞ്ഞ അതന്നെ പറഞ്ഞേ, മറ്റേ ന്യൂ ഇയർ ആ സമയം 25 ക്രിസ്മസിന്റെ ടൈം തൊട്ടിട്ട് ആ വശത്തേക്ക് കിടക്കണ്ട, നോക്കണ്ട. ആ സമയത്ത് ആരെ പോണത്, ആ സമയത്ത് എല്ലാവരും പോണേ, അതുകൊണ്ടല്ലേ അവിടെ തിരക്ക്. ആരും പോവാത്ത സമയത്ത് പോണെന്ന്, നല്ല വല്ലതും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലോ. നമ്മൾ ഈ ആളുകൾ തിരക്ക് കാണാനായിട്ട് ഈ തൃശ്ശൂരത്തിന്റെ അടിയിൽ പോയി പോരെ. തൃശ്ശൂരത്തിന്റെ ഇടയിൽ ചെന്ന് ഫോർട്ട് കൊച്ചി കാണാൻ പറ്റില്ലല്ലോ. ആളുകളുടെ തിരക്കിന്റെ ഉള്ളിൽ ഫോർട്ട് കൊച്ചി കാണാൻ പറ്റൂ. അവിടെ അന്നത്തെ ദിവസം എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവല്ലോ. അവിടെ ഈ പാപ്പായിനെ കത്തിക്കലും അതൊക്കെ കുറെ പരിപാടികള്. അങ്ങനെയല്ലേ പറഞ്ഞത്. അവര് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ദിവസങ്ങളിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാനാ പറഞ്ഞത്. അവരൊക്കെ 2-3 കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്നത്. ഒരാളുടെ അച്ഛന് ഭയങ്കര ഇഷ്ടം നമ്മുടെ വീഡിയോ, കാലത്തോട്ട് തന്നെ നമ്മുടെ വീഡിയോ ഇത് കാണുമല്ലോ. അപ്പൊ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ദിവസം പോകും. ഇപ്രാവശ്യം ജഗ്ഗുവിന്റെ വെക്കേഷൻ 3 മാസം ഉണ്ടായിരുന്നു, എന്നിട്ടും ഒരു സ്ഥലത്തിൽ പോലും നമ്മൾ പോയില്ല. കഴിഞ്ഞ വർഷം അതിന് വേണ്ടി മൂന്നാർ പോയി, കൊടൈക്കനാൽ പോയി അല്ലേ, അല്ല കഴിഞ്ഞ അല്ലല്ലോ പോയേ. ആറന്മുള വള്ളംകളി കാണാൻ പോയി ആഗസ്റ്റ് മാസത്തില്. ആറന്മുള വള്ളംകളി ഞാൻ നാടകം മറ്റേ റിഹേഴ്സൽ ചെയ്യുമ്പോഴേ ചെമ്മീൻ നാടകം റിഹേഴ്സൽ ചെയ്യല്ലേ, അപ്പൊ എപ്പോഴും വെള്ളം എന്നാ പറയുന്നത്. എല്ലാവരും വെള്ളം എന്നാ പറയണേ, ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു വള്ളം എന്ന് പറയുന്നു. വെള്ളവും വലിയും വാങ്ങും, വെള്ളവും വലിയും വാങ്ങും, എല്ലാവരും പറഞ്ഞ് ചെയ്യുന്നത്. അവര് എല്ലാരും സ്ലാങ് ഒക്കെ. ചേട്ടൻ ഡയറക്ടർ തന്നെ വെള്ളം എന്നാ പറയണത്, പിന്നെ ഇങ്ങനെയാ ബാക്കിയുള്ളവര്. ഞാൻ പലതും പറയും, അവര് ഇത് ശരിക്കും ഇത് മറ്റേ സ്ലാങ് എടുക്കണം. എന്റെ ദൈവമേ, ചെമ്മീൻ നാടകം കേൾക്കുമ്പോ പേടിയാ. എന്താ കഥ. മ്യൂസിക്കിന്ന് ഞാൻ രക്ഷപ്പെട്ടു.
വേറെ ആളെ കൊണ്ട് വലിയ ടി വി ഉത്തരവ്. അത് വേറെ കൊള്ളാവുന്ന ആളെ ഏൽപ്പിച്ചൂര്. അത് വേറെ ഞാൻ രക്ഷപ്പെട്ടു മ്യൂസിക്. എനിക്കിനി സമാധാനമായിട്ട് നാടൻ കാണാനിരിക്കാം. വള്ളം വലിയൊക്കെ ഉണ്ടാക്കാനുള്ള ആളുകളൊക്കെ ഏൽപ്പിച്ചുവിട്ട് നമ്മള് പ്രോപ്പർട്ടി ഉണ്ടാക്കണം ഒക്കെ ചെയ്യാൻ ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ? ഓൺലൈൻ റിഹേഴ്സലല്ലേ, ഞായറാഴ്ച ഫുൾ റിഹേഴ്സലാ. ഓൺലൈനിലാണോ? ഏയ് ഞായറാഴ്ച ആയിരിക്കും സാധാരണ. എവിടെ? ഇവിടെ വീട്ടിലോ? നമ്മുടെ വീട്ടിലല്ലെങ്കിൽ അവിടെ അക്കാദമിയിലായിരിക്കും. ഓ നിറയെ വെള്ളമായി. വെള്ളം ഒഴിക്കണ്ടായിരുന്നു അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. തുറന്നു കിടന്നോട്ടല്ലേ ഇനി. വെന്തുണ്ടോ നോക്ക്? വെന്തുണ്ട്. അതൊക്കെ ഒരൊറ്റ ആവിക്ക് വേവും. ഉണ്ണിപ്പിണ്ടി വേവാൻ എന്തോരം സമയം വേണം? നന്നായി വെന്തു. വെള്ളമൊക്കെ വറ്റിയിട്ടാ കണ്ട, വെള്ളമൊക്കെ വറ്റി. കാച്ച അങ്ങനെ നമ്മളെ കൂട്ടാൻ സെറ്റായി. കാച്ചാനായിട്ട് ചീഞ്ചിട്ടെടുത്ത് വയ്ക്കുന്നു. ഇത്രയുള്ളോ? നോക്കി ചേട്ടാ, ഉപ്പൊക്കെ നോക്കിയാ? ഒരു സ്വല്പം ഉപ്പിടാം. കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളി കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ചതയ്ക്കണം. ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞു. നമ്മുടെ അമ്മീര അവിടെ വെളുത്തുള്ളിയും അല്ല ചേട്ടാ കൊട പിടിച്ച് തന്നിരുന്ന ഞാൻ അവിടെ ഒന്ന് ചതച്ചാനാട്ടാ. ചതയ്ക്കണ്ട, വെളിച്ചെണ്ണ ഒഴിക്കണോ? വേണമെങ്കിൽ ഇത് വേവിക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിക്ക് ഇടാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. നമ്മൾ ഇടാറില്ല. കുത്തിപ്പൊടി കൈയോടെ ഇട്ടാൽ നമ്മള് ഉള്ളി ഇത്തിരി മൂത്തിട്ട് ഇട്ടാലും മതി. കൈയോടെ അതൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ ഇങ്ങോട്ട് ഇളക്കല്ല വേണ്ട. ഇളക്കിയിരുന്നു തരിയും കൂടി ഇടാം നമ്മളൊക്കെ. മഴയും കണ്ടുകൊണ്ട് ഈ വിറകടുപ്പിൻ്റെ ചൂട്ടത്ത് ഇരുന്ന് ഇങ്ങനെ പാചകം ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അല്ല ചെറുപ്പത്തിലൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും ബാക്കിലും ചാച്ചട്ടി ഉണ്ടാവും. ചാച്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഈ അടുക്കളയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ഏരിയ എന്ന് പറയുന്ന പോലെ പണ്ടത്തെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാച്ചട്ടി ആയിരിക്കും. ഒരു ഓല കൊണ്ടൊക്കെ മേഞ്ഞ് അത് അതിൻ്റെ അടുത്തൊരു ഒരു അടുപ്പുണ്ടാവും. കല്ലൊക്കെ കൂട്ടി വെച്ച് അത് പൊത്തി മണ്ണ കൊണ്ടൊക്കെ പൊത്തിയിട്ടുള്ള ഒരു അടുപ്പ്. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്തൊരു വെണ്ണൂറും കൂടി ഉണ്ടാവും. വെണ്ണൂറ് കോരി ആയിരിക്കാൻ ഇടും. അതിലായിരിക്കും ചില കോഴികള് ഇങ്ങനെയല്ല മേഞ്ഞുണ്ടാവും. ഇങ്ങനെ ഒരു തട്ട് കെട്ടി അതിന്റെ മുകളിലായിരിക്കും വിറകുണ്ടാവുക. അപ്പൊ അതൊക്കെ വിറക് കൊണ്ട് ചൂട് തട്ടി വിറകൊക്കെ ഉണങ്ങും നന്നായിട്ട്. ഈ വെണ്ണൂറും കുഴിയിലായിരിക്കും വെണ്ണൂറും കുഴി ചിലപ്പോൾ കുറച്ച് നീറ്റായിരിക്കും. അതിലായിരിക്കും കോഴികൾ വന്ന് മുട്ടയിടും. ഇനി അവിടെ വല്ല പട്ടികളുണ്ടെങ്കിൽ അവറ്റങ്ങൾ വന്നിട്ട് അതിൽ വന്ന് കിടക്കും. വെണ്ണൂറ് പുറത്തുണ്ടായിരുന്ന വെണ്ണൂറും കൂടി ഇന്ന് പട്ടികൾ എനിക്ക് ഓടുന്നതാണ്. അവർക്ക് കേടും സംഭവിക്കില്ല. മേത്തുള്ള ഈ പ്രാണികൾ ഇതൊക്കെ വെണ്ണൂറും കുഴിയിൽ നിന്ന് ചാവും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. വെണ്ണൂറ് ഭയങ്കരമായിട്ടുള്ള ഈ നായ്ക്കൾക്ക് ഈ ത്വക്ക് രോഗത്തിന് ബെസ്റ്റ് സാധന. അവരെ സോറിയാസിസ് പോലുള്ള രോഗത്തിന് വെണ്ണൂറും കുഴി അല്ല വെണ്ണൂറില്ലേ ഭയങ്കര ചാരം. നമ്മൾ തൃശ്ശൂർ വെണ്ണൂർ എന്ന് പറയും, മറ്റുള്ള ജില്ലക്കാരൊക്കെ ചാരം എന്ന് പറയും. അപ്പൊ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഷവറും വെണ്ണീർ ഷവറും ഓലക്കുടിയും കണ്ട പട്ടിയും അതും ഇതൊക്കെ ചകിരിയൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് കത്തിച്ചിരിക്കും. അതൊരു രസമായിരുന്നു അല്ലേ? വാങ്ങിക്കണ വിറകിന്റെ നല്ല വെണ്ണീറ. പാത്രമൊക്കെ തേക്കാൻ നല്ലതാ. വീട്ടിലത്തെ പട്ടിയും ചകിരിയുടെ വെണ്ണൂറ് അത്ര രസമല്ല. പാത്രം വെളുക്കാനൊക്കെ നല്ലത് മറ്റേ വെണ്ണീറ. ഊട്ടുകമ്പിയിലത്തെ വെണ്ണൂറ് അടിപൊളി വെണ്ണൂറാ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറിന്റെ മരത്തടി മാത്രം കത്തിച്ചിട്ടുള്ള വെണ്ണൂറാണ്. അത് പാടത്ത് കോൾപ്പാടത്തേക്ക് നമ്മള് കുറെ വെണ്ണൂറ് ചാക്കുകൾ വാങ്ങിക്കും. കോൾപ്പാടത്ത് പുളി കൂടുതലാണ്, വെള്ളം. അതായത് ഞാറ് എന്താ പറയാ, ഞാറ് നടന്നതിന് മുമ്പേ വെള്ളത്തിന്റെ പുളി രസമായിരിക്കും. അപ്പൊ ആ പുളീനെ കളയാനായിട്ട് നമ്മൾ ഈ കമ്പനി വെണ്ണൂറില്ലേ, ഓട്ടുകമ്പിയിലത്തെ വെണ്ണൂറ്, ഓട് കഴിക്കുന്ന വെണ്ണൂറ്, അത് ഒരു 5-6 ചാക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിലാണ്ട് പേതറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുളി തെറിപ്പിച്ച് കളയാവോ വെണ്ണീർ ഇട്ടിട്ട്. വീട്ടിൽ കത്തിക്കുന്ന വെണ്ണൂറ് അത്ര നല്ലതല്ല. അതന്നെ കാര്യം. ഇപ്പം മഴ കൊണ്ടിങ്ങനെ ഇരിക്കുന്നു. മഴ കണ്ടുകൊണ്ടിരിക്കുന്നു. മൂത്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലിരുന്നു കേട്ടോ. എനിക്ക് 2 കതിര് വേപ്പില കൂടി ഇടാം. നമ്മുടെ ഉള്ളി നോക്കിയാൽ നല്ല മുരുന്നിനായിട്ട് മൂത്ത ഇത് വന്നു കണ്ട നല്ല രസം. ഇനി എനിക്ക് ഇടാല്ലേ നമുക്ക്?
നമ്മൾ ചട്ടിയിൽ നിന്ന് അങ്ങനെ ചെറിയാണ്. ഇതിൽ വെള്ളം അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഉപ്പ് കുറവാന്നല്ലേ പറഞ്ഞത്? ഒരു പൊട്ട് ഉപ്പിടാം. നേരിയ ഉപ്പിടുന്നുണ്ടോ? ഒരു പൊട്ട് ഉപ്പ് ഉപ്പിടുന്നു കേട്ടോ. അത്ര മതിയാ? മതി, അധികം വേണ്ട, മതി കറക്റ്റ്. ഇനി വേണമെങ്കിൽ ഈ ചട്ടി ഇരിക്കും ശരിയാ വേണമെങ്കിൽ. അടിപൊളിക്ക് കൂട്ടാൻ സെറ്റ്. അങ്ങനെ നമ്മുടെ ചോറ് എടുത്തു കേട്ടോ. ചോറിലേക്ക് നമ്മുടെ മുതിരയും വാഴക്കല്ലും കൂടിയിട്ടുള്ള കൂട്ടാൻ. ഇതെനിക്ക് വെറുതെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൂട്ടി തിന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഇരിക്കാം. ശരി, കഞ്ഞിയാണ് അല്ലേ വേണ്ട? കഞ്ഞിയും ഇതും. കഞ്ഞി കുടിച്ചോ? ഇനിയിപ്പോൾ ചോറ് എടുത്തു. ഇതാണ് നമ്മുടെ വയറിന് ഏറ്റവും ബെസ്റ്റുള്ള ഒരു നമ്പർ 1 ലോകത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായൊരു കൂട്ടാൻ. ഫൈബറും പിന്നെ മുതിര എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ്. കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണ്. എല്ലാം കൂടി ഇത് ഭയങ്കര ചൂടാ. കുഞ്ഞിതിൽ ജഗ്ഗുവിനെ മുതിര കഴിപ്പിക്കാൻ പറയണതാണ്. കുതിരേരെ പോലെ സ്പീഡിൽ ഓടാൻ പറ്റും. കുറേ പേർക്ക് അങ്ങനെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പൊ ജഗ്ഗുവിന് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. ഇതൊന്ന് ചൂടാട്ടെ. അല്ല, നമ്മുടെ ചാള കൂട്ടാല്ലേ അവിടെ ചട്ടിയിൽ ഇന്നലത്തെ ചാള കൂട്ടാൻ അതിലിട്ടൊന്നും മഴക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? ഇത് ഇത്തിരി കഴിച്ചിട്ട് അടുത്തോണ്ടിരും. ഇതല്ലേ ഫൈബർ പ്രോട്ടീൻ റിച്ച് ഫുഡ്? അല്ല, അത് വേറെ. ഇന്നലെ ചാള കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചട്ടിയുണ്ട്, അതിൽ ചോറിട്ട് മഴക്കി തിന്നണ ടേസ്റ്റ് ലോകത്തിൽ വേറെ ഒന്നിനും ഇല്ല. എന്താ എടുത്തുകൊണ്ടടി ചട്ടി എടുത്തോണെന്നാ? ഭയങ്കര ചൂടാ. അടിപൊളി കൂട്ടാ. നല്ല ചൊടിയുണ്ട് കേട്ടാ. പാത്തിനരിവ കോടയിൽ കടന്നില്ലേ? കൊട എടുത്തിട്ട് ചട്ടിയും കൊണ്ട് വരാൻ പറ്റില്ല. ചാള ഉണ്ടായില്ലേ? ആ കൂട്ടാണ്ടില്ലേ കുറച്ച്? അത് കുഴപ്പമില്ല, അത് പിന്നെ അടുത്തേക്ക് കഴിക്കോ. ചട്ടിയുള്ളത് ബാക്കിയുള്ളത് എനിക്ക് കഴിച്ചൂടെ? ഇവിടെ വെച്ചാൽ നമ്മുടെ ചാള കൂട്ടാൻ ഇത്രയ്ക്ക് തിന്നിട്ട് ഒരു ടീസ്പൂൺ എടുത്താൽ അത് മുഴുവൻ അരിക്ക് കോരിയിട്ടിട്ട് പകുതി ചോറ് അരിക്കിടാം. നല്ല ബാക്കി വന്ന കൂട്ടാനാട്ടാ. വറ്റിച്ചെടുത്തുള്ള ചാള കൂട്ടാൻ. കണ്ട കോടംപുളി ഇട്ട് വെച്ചിട്ട് പുളിയും കൂടിയും വേണ്ട, പോരെ മതി. ഇരിക്കും. ഈ ചോറ് പകുതി അരിക്കിടാം. 2 ടൈപ്പിൽ ചോറിനാണ് പരിപാടി ഇട്ടു കേട്ടോ. നമ്മുടെ മുതിര ഭയങ്കര ചൂട്. ഇത് നമ്മുടെ ചട്ടിയിലുള്ള ചോറ്. ചൂടില്ലേ? ഇതിന് ചൂട് ഇല്ലേ? വേപ്പിലൊന്നും വേണ്ട. വേപ്പിലേക്ക് മുടി വളരട്ടെ. ഇനി മുടി വളരുന്ന പരിപാടിയൊന്നും ഇല്ല. ചോറ് ചാറ് കൂടിയില്ല ചോറിടണ? എനിക്കത് ഇപ്പം തിന്നാൻ പറ്റില്ല. ആദ്യം ഏത് തിന്നണം? ഇത് ചൂട് മുതിര കഴിക്കാദ്യം. ടേസ്റ്റിന് മുൻതൂക്കം കൊടുക്കണോ ഹെൽത്തിന് മുൻതൂക്കം കൊടുക്കണം? അതും ടേസ്റ്റിൽ കുറവൊന്നുമില്ല കേട്ടാ. ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. ഭയങ്കര ചൂടാ. ചൂടില്ലാത്ത ആദ്യം കഴിക്കും. ഇത് കഴിച്ചാൽ ചിലപ്പോൾ അത് കഴിക്കാൻ തോന്നില്ലല്ലേ? അതാണോ അത് ആദ്യം കഴിച്ചത്? ഇത് അടിപൊളി സൂപ്പർ കൂടാട്ടാ. ഇനി ഇവനെ പറഞ്ഞറിയാൻ പറ്റില്ല. സ്ഥലത്തൂര ചാള കഷ്ണാക്കി എടുത്തിട്ട്. അതെ, ഈ വിദേശത്തൊക്കെ ഉള്ളവർക്ക് വാഴക്കൂമ്പില്ലേ, വാഴക്കുടപ്പം പിന്നെയും കിട്ടുന്നു. ഉണ്ണിപ്പിണ്ടി കിട്ടാൻ ഒരു വഴി ഉണ്ടാവില്ല അല്ലേ? ഉണ്ണിപ്പിണ്ടി കിട്ടാൻ അവരും വാഴ വയ്ക്കുന്നവരുണ്ടോ? അല്ല, ഇന്ത്യൻ കടകളിൽ ഉണ്ണിപ്പിണ്ടി കിട്ടാവോ? ഇതല്ലേ ചാളയില്ലേ? ടേസ്റ്റ് ഉണ്ടാ? അല്ല, ടേസ്റ്റ് ഉണ്ട്. ചാള കൂട്ടാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെ കാലത്ത് വെച്ചതല്ലേ, ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചതാ. ഇതും കഴിച്ചോട്ടെ. ആ കഴിക്കാം. ഞാൻ ഇത് കേട്ടാ കഴിക്കാൻ പോണേ. അല്ല, ഇതുകൊണ്ടൊരു ഉരുള കഴിച്ചോ? ഭയങ്കര ടേസ്റ്റാ. അത് ഞാൻ പിന്നെ വെറുതെ കഴിക്കാൻ ചിട്ടാ. ഭയങ്കര ടേസ്റ്റാ ചാള. ഇത് കഴിച്ചോട്ടെ. ഇതും സൂപ്പർ. ചാള വേണം ഒരു പൊട്ട്. സാധാരണ നമ്മൾ ഉണ്ണിപ്പിണ്ടി വെക്കണതിനേക്കാൾ ടേസ്റ്റ് അല്ലേ വിറകടുപ്പിൽ വെക്കണതിൻ്റെ ആണോ? എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാ. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെക്കണതിൻ്റെ ടേസ്റ്റ് മാറ്റാൻ തോന്നുന്നത്.
നമ്മൾ സാധാരണ കുക്കറിലല്ലേ വെക്കാറ്. ആ ഒറ്റ വിസിലടിപ്പിക്കും, അവസാനിപ്പിക്കും. ഇതിപ്പോൾ ഏതൊക്കെ കഴിക്കണ്ടേ? ചൂട് ഭയങ്കര ഇത്. ഏത് ഇതാ? അപ്പം അത് കഴിക്കും ചൂടാറുമ്പോൾ. അപ്പോഴേക്കും ചൂടാറുമ്പോൾ കഴിക്കാം. ഈ ചട്ടിയിലിട്ട ചോറില് ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറഞ്ഞാൽ പനി കാരണം അങ്ങനത്തെ അല്ല, പനിയില്ല, ഇന്നലെ ഛർദിക്കല്ലായിരുന്നേ. അത് മാറിയവർ റെസ്റ്റ് എടുക്കുക. അപ്പം കഞ്ഞി അങ്ങനത്തെ അതിൻ്റെ ലൈറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണതേ. അപ്പോൾ രണ്ട് സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാഴ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പിണ്ടി കളയണ്ട. കൊല ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ണിപ്പിണ്ടി എടുത്തുകൂടെ? വാഴക്കല്ലല്ലേ മറ്റേ തോട്ടത്തിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പാടില്ലാത്തുള്ളൂ. വാഴക്കല്ലേമല്ലേ വിഷം ഉണ്ടാവുള്ളൂ. എനിക്കറിയില്ല, കൊട്ടയാണോ? ചിലപ്പോൾ ഉണ്ടാവും, വേറൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ കായൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ. ആ അതന്നെയാണ് പറഞ്ഞത്. കായവും ഉപയോഗിച്ചിട്ട് നമുക്ക് കേട് വരുന്നില്ലേ? മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ വരുന്നില്ലേ? ചില നേന്ത്രപ്പഴങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിളക്കം വരും. നിർത്താടാ. അപ്പം അടിപൊളി. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇനി എനിക്ക് അവിടെ ഇതൊക്കെ ചെയ്യാനുണ്ട്, കുറേ ചെയ്യാനുണ്ട്. പണിയോട് പണിയാണ്. അത് മഴ മാറിയിട്ട്